ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. D4Diveന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ച ഉണ്ടാ നമ്മൾ കാലത്ത് തന്നെ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് ചിക്കൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ ഇവരെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. ചേർപ്പേരിയുള്ള ടീമിനാട്ടോ അവർ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ പുതിയൊരു സംഗതി ഉണ്ടാക്കാൻ പോകട്ടോ, വേറെ ഒന്നുമില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ട് നിൽക്കണ ഇഫ ചിക്കൻ ഉണ്ടാ എന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇതുണ്ടാക്കുന്നത് യൂട്യൂബിൽ നോക്കി കണ്ടു പഠിച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരാൾ. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ, ബാക്കിയുള്ളത് കറിയും വയ്ക്കാം. അങ്ങനെയുണ്ട് നമ്മുടെ പ്ലാൻ. നമ്മുടെ ആവശ്യത്തിനുള്ള ചിക്കൻ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ചിക്കൻ്റെ മുകളിലൊന്ന് ചതച്ചു കൊടുക്കും. ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ്റെ വലിയൊരു 3 പീസായിട്ട് എടുത്തിട്ടുള്ളത്. ഭയങ്കരമായിട്ട് അമർത്തുന്ന ചതയ്ക്കാൻ കേട്ടാ, നമ്മളെ നൈസായിട്ട് ചതച്ചു കൊടുത്താൽ മതി. 2 എല്ലുള്ള പീസും പിന്നെ ഒരു എല്ലില്ലാത്ത പീസാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. സംഗതി നമ്മളിത് മുമ്പ് ഉണ്ടാക്കിയിട്ടോ ഇല്ല, നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടാ, ആദ്യമായിട്ടാണ് സംഭവം. എങ്ങനെയുണ്ട് നോക്കി നോക്കാം. അങ്ങനെ ചിക്കൻ 3 പീസ് നമ്മൾ ചതച്ച് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ അതിലേക്കുള്ള മസാല ആയിട്ടാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുള്ളത് 2 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കണം. അതിലേക്ക് നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. ഇനി നമ്മളതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാല ചേർക്കട്ടോ. ഇനി നമ്മളതിലേക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് അതിലേക്ക് ചേർക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം കുരുമുളക് പൊടിച്ചത് കുറച്ച് ചേർക്കാം. അപ്പോൾ എല്ലാ പൊടികളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് കുറച്ച് തൈര് ചേർക്കാം. എന്നിട്ട് അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇതിന് കുറച്ച് കട്ടി കൂടുതലായ കാരണം കുറച്ചും കൂടി തൈര് ഒഴിച്ചിട്ട് ഒന്ന് ലൂസ് രൂപത്തിലാക്കി എടുത്തു. അതിനുശേഷം കട്ട് ചെയ്ത് അടിച്ച് പരത്തി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഈ മസാല അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. രണ്ടാമത്തെ ചിക്കൻ പീസിൽ ഇതേ മസാല തേച്ചുകൊണ്ടിരിക്കട്ടെ. കുറച്ച് ദിവസമായിട്ടാ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കിടന്നിങ്ങനെ കളിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായി. സംഭവം ഇപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായി. ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് ദൈവത്തിന് അറിയാം. ഈ 3 പീസിലും മസാല അസലായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ മൂടി ഇങ്ങോട്ട് വെച്ചോളൂട്ടാ. പിന്നെ ഒരു ജാറിലേക്ക് കുറച്ച് ക്രീമും കുറച്ച് മയോണൈസും ഒഴിക്കുക. അതിലേക്ക് 2 സ്ലൈസ് ചീസ് അങ്ങനെ ഇട്ടിട്ട് നല്ലോണം മിക്സിൽ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് എടുക്കുക. റെഡി ആയെന്ന് തുറന്നു നോക്കി നോക്കട്ടെ നമുക്ക്. ശരിയായിട്ടില്ലട്ടാ. അപ്പോൾ ഒന്നും കൂടി സ്പൂണൊക്കെ ഇട്ട് ഇളക്കി നല്ലോണം ഒന്നും കൂടി അടിച്ചെടുക്കാം. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുത്തപ്പോൾ സംഭവം സെറ്റായിട്ടാണ്, നല്ല ക്രീം രൂപമായി. അങ്ങനെ നമ്മൾ 8 മണിക്കൂർ വരെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് നോക്കാം. ഇതേ ചിക്കൻ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കത് വറക്കാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ നമ്മൾ ഫ്രൈ പാനൊക്കെ സെറ്റ് ചെയ്ത് ബട്ടർ ഒഴിച്ചിട്ടാണ് വറക്കേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിൽ ബട്ടർ ഇല്ലാത്ത കാരണം ഇന്നിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറക്കണത് കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടായതിന് ശേഷം ഓരോ പീസായിട്ട് ഫ്രൈ പാനിലേക്ക് വെക്കുക. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 3 പീസ് ഉണ്ടെങ്കിൽ 3 പീസ് ഒരുമിച്ചും ഫ്രൈ ആവണം കേട്ടോ. അങ്ങനെ വേണം സെറ്റ് ചെയ്ത് വെക്കാൻ. ഇതിങ്ങനെ 3 പീസും ഒരുമിച്ച് ഫ്രൈ ആയി കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ലോ ഫ്ലെയിമിൽ ഈ സംഭവം തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കുക. ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഇതേപോലെ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ളിലൊക്കെ വെന്തുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തുണ്ടായിരുന്നു കേട്ടോ ഉള്ളൊക്കെ. ഇനി എന്തുട്ടാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മയോണൈസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ഇത് കുറേശ്ശെ ആയിട്ട് എൻ്റെ മുകളിൽ ഇങ്ങനെ പരട്ടി കൊടുക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ അതിപ്പോൾ ഇത് മുകളിൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മുകളിൽ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടിയും ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക കേട്ടോ. നമ്മൾ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ മൂടി വയ്ക്കുക ചെയ്തത് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ആട്ടോ സംഭവം കിട്ടിയത്. ഇതെന്തോ ഒരു പശപ്പശക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്കത് കഴിച്ച് നോക്കട്ടെ. കഴിച്ച് നോക്കിയിട്ട് പറയാം ഇതെങ്ങനെയുണ്ടെന്ന്. ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ എന്തോ നോക്കിയിരുന്നുണ്ട്. അപ്പോൾ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു മിക്സും കൂടി കൂട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഉണ്ടാക്കിയ ആൾ തന്നെ എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. നീലുവിന് ഈ ചിക്കൻ കിട്ടാണ്ട് ആകെ കരച്ചിലായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അധികം ചിക്കൻ അവന് കൊടുക്കാറില്ല. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഇച്ചിരി കൊടുത്തിരുന്നു. സംഭവം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചേട്ടാ. പക്ഷേ ടേസ്റ്റ് ചെയ്തപ്പോൾ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അതിലുണ്ടായിരുന്ന വലിയ പീസ് ഒറ്റയ്ക്കാണ് പഠിച്ചു. കാരണം അടിപൊളി കീട്ടിലും ടേസ്റ്റായിരുന്നു. മാത്രമല്ല വീട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാ. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട. വിഷ്ണുവിൻ്റെ അഭിപ്രായം കേട്ടിട്ട് നമുക്ക് പരിപാടി ചെയ്യാൻ നിർത്താട്ടാ. അപ്പം അടുത്തൊരു വീഡിയോയിൽ വേറൊരു സംഭവമായിട്ട് വരുന്നവരേക്കും ബായ്.